ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വസന്ത പ്രശ്നമുണ്ടാക്കുകയാണ്. മനോജിന് മാത്രം പൈസ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് വന്ദനയുടെ നിശ്ചയം മുടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയുന്നു. വിനു അവിടേക്ക് വന്നിട്ട് വസന്തയോട് മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് മൂലയിൽ കിടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. വസന്ത അപ്പോൾ വീണ്ടും ബഹളം വെക്കുകയാണ്. ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് അധികാരം കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് മാധവൻ അവിടേക്ക് വന്നിട്ട് മിണ്ടാതിരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് വസന്തയെ വഴക്ക് പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് വിക്രമും വർഷയും വരുന്നുണ്ട്. എല്ലാവരും രണ്ടുപേരെയും പോയി സ്വീകരിക്കുന്നുണ്ട്. മാധവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, നമ്മുടെ രണ്ട് ആൺമക്കളില്ലെങ്കിലും വിക്രം വന്നല്ലോ എന്നൊക്കെ. കുറച്ചു കഴിയുമ്പോഴേക്കും വന്ദനെ കാണാൻ ചെറുക്കൻ കൂട്ടരും വരുന്നുണ്ട്. ചെറുക്കനെ അമ്മയും എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ചെറുക്കന്റെ പേര് ഗൗതം എന്നും അമ്മയുടെ പേര് സുഭദ്ര എന്നും ഒക്കെ പറയുന്നു. എല്ലാവരും കൂടി അകത്തേക്ക് ക്ഷണിച്ചു കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അതേസമയം വന്ദന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിയമോൾ വന്ദനയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, എന്റെ മോള് തന്നെ കല്യാണത്തിന് വേണ്ടി എന്നെ മേക്കപ്പ് ചെയ്ത് തരുന്നുണ്ട്, ഇതിൽ പരം എന്ത് സന്തോഷം വേണമെന്നൊക്കെ പറഞ്ഞ് കണ്ണു നിറയുന്നു. ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട്, കരഞ്ഞാൽ മേക്കപ്പ് ഒക്കെ പോകും, അതുകൊണ്ട് കരയില്ലെന്നൊക്കെ പറയുന്നു. ഇവിടേക്ക് വർഷ വരുന്നുണ്ട്. വർഷം വന്നിട്ട് വന്ദനയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പെരുമാറിപ്പോയതാണെന്നൊക്കെ പറയുന്നു. വന്ദന ഇപ്പോൾ പറയുന്നുണ്ട്, നീ എന്റെ അനിയത്തിയല്ലേ, നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ലെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നു. വർഷ പറയുന്നുണ്ട്, ഇവിടെ നിന്നും ഏട്ടന്മാർ പോയത് കൊണ്ട് വിക്രമേട്ടനെ ഏട്ടന്റെ സ്ഥാനത്ത് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ. വർഷ പറയുന്നത് കേൾക്കുമ്പോഴേ വന്ദനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, മുഖം മാറുന്നുണ്ട്. വർഷ ഇപ്പോൾ പറയുന്നുണ്ട്, ഏട്ടൻ വന്നത് ചേച്ചിക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഏട്ടന്റെ മനസ്സിൽ എപ്പോഴും നല്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. വന്ദന ഇപ്പോൾ പറയുന്നുണ്ട്, വിക്രമിനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ. മാധവന്റെ കൂട്ടുകാരൻ ഗൗതമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഗൗതമിന്റെ അച്ഛൻ മരിച്ചു പോയെന്നും അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഗൗതം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പത്രത്തിന്റെ പേരുമെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിലുള്ളവരെയെല്ലാം മാധവനും പരിചയപ്പെടുത്തുന്നുണ്ട്. വിക്രമനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, ആ കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ ആയുർവേദ കമ്പനിയല്ലേ എന്നൊക്കെ പറയുന്നു. മാധവന്റെ കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, ഗൗതം പുതിയൊരു പ്രോജക്റ്റിന്റെ പിന്നാലെയാണെന്നൊക്കെ. ഗൗതം അപ്പോൾ പറയുന്നുണ്ട്, ആയുർവേദ മരുന്നിന്റെ കൂടെ മയക്കുമരുന്ന് ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നുണ്ട്, അതിന്റെ ഒരു ഡോക്യുമെന്റ്സ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, വിക്രം എന്നെ സഹായിക്കണമെന്നൊക്കെ പറയുന്നു. വിക്രം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ആ ഞെട്ടൽ മറിച്ച് സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഗൗതമിന്റെ അമ്മ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമല്ലോ, എന്റെ മകൻ നേരത്തെ ഒന്ന് വിവാഹം കഴിച്ചതാണ്, പക്ഷെ അവന്റെ ഭാര്യ മരിച്ചുപോയി, കുട്ടികളൊന്നുമില്ലെന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് സ്വത്തോ പണമോ ഒന്നും വേണ്ട, നല്ലൊരു പെൺകുട്ടിയെ മാത്രം മതി, ഇവിടുത്തെ പെൺകുട്ടി നല്ല പെൺകുട്ടിയാണെന്ന് അറിഞ്ഞത്, അതുകൊണ്ടാണ് ഈ വിവാഹാലോചനയുമായിട്ട് വന്നതെന്നൊക്കെ പറയുന്നു. വർഷ വന്ദനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നല്ല പയ്യനാണെന്നൊക്കെ. ഒരമ്മ മാത്രമേ ഉള്ളൂ, ആ അമ്മയും നല്ല അമ്മയാണെന്നൊക്കെ പറയുന്നു. ഈ വിവാഹം ചേച്ചിയുടെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. ചന്ദ്രിക അവിടേക്ക് വന്നിട്ട് വന്ദനയോട് വരാനെന്ന് പറയുന്നു. വന്ദന ചായയുമായിട്ട് എല്ലാവരുടെയും അടുത്തേക്ക് വരികയാണ്. ചെറുക്കനും അമ്മയ്ക്കും ചായയൊക്കെ കൊടുക്കുന്നു. ദിയമോളെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചെറുക്കന്റെ അമ്മ ദിയമോളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. മാധവന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ. ചെറുക്കന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ. വിക്രമൻ അത് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടമാകുന്നില്ല. വന്ദനയുടെ മുത്തശ്ശി പെട്ടെന്ന് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ദിയമോളുടെ കാര്യമെന്ന്. അങ്ങനെ പറയുമ്പോൾ വന്ദനയുടെ മുഖം മാറുന്നുണ്ട്. എല്ലാവരും കുറച്ച് വിഷമത്തിലാകുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്